വരദാനവാരിധി ഫലമേകുവാനായി അനുസ്യൂതമൊഴുകി വരും. തന്നാലും നാദ ആത്മാവിനെ ആശ്വാസദായകനെ, തന്നാലും നാദ നിൻ ജീവനെ നിത്യസഹായകനെ. ഏകാഗ്രതയോടും ഭക്തിയോടും വിശ്വാസത്തോടും കൂടി നമുക്ക് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ആയിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മൾ ഈ സമയം പരിശുദ്ധ അമ്മയെയാണ് പ്രത്യേകമായിട്ട് ഓർക്കുന്നത്. നമുക്കറിയാം, അമ്മ നമ്മുടെ എല്ലാ കുടുംബങ്ങളുടെയും നാഥയാണ്. അമ്മ നമുക്ക് മധ്യസ്ഥയാണ്. ഇവരുടെ കുടുംബജീവിതത്തിന്റെ ആരംഭം മുതൽ ഇന്ന് വരെ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ നമുക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ബോധ്യമില്ല എങ്കിൽ പോലും നമുക്കറിയാം, അമ്മ നിറസാന്നിധ്യമായിട്ട് നമ്മുടെ എല്ലാ കുടുംബങ്ങളിലും ഉണ്ട്. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, നമുക്ക് വേണ്ടി മധ്യസ്ഥം അപേക്ഷിക്കുവാൻ. കാനായിലെ കല്യാണ വിരുന്നിൽ അമ്മയുടെ സാന്നിധ്യം ആ കുടുംബത്തിന് വലിയ അനുഗ്രഹമായി മാറിയതുപോലെ തീർച്ചയായിട്ടും ഇവരുടെ രണ്ടുപേരുടെയും കുടുംബജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ നിറസാന്നിധ്യം ഉണ്ടായിരുന്നു. അമ്മ ഇവർക്ക് വേണ്ടി മധ്യസ്ഥം യാചിച്ച് ദിവസത്തിന്റെ പക്കൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇന്നും ഈ നിമിഷങ്ങളിലും തീർച്ചയായിട്ടും ഈ അമ്മ ഈ ദമ്പതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഇവരുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കുടുംബങ്ങളെയും പ്രത്യേകമായി അവരുടെ എല്ലാ ആവശ്യങ്ങളും നിയോഗങ്ങളും സമർപ്പിച്ചുകൊണ്ട് അമ്മ പ്രാർത്ഥിക്കുന്നുണ്ട്. അമ്മയെ നമുക്ക് സ്നേഹപൂർവ്വം ഓർക്കാം. ദൈവാനുഗ്രഹ മധ്യസ്ഥയായ അമ്മയിലൂടെ ഇനിയും ധാരാളം ദൈവാനുഗ്രഹങ്ങൾ ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ